വയനാട് സ്വദേശി ഹേമചന്ദ്രൻ കൊലപാതകത്തിൽ മുഖ്യ സൂത്രധാരൻ നൌഷാദിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തു. നൌഷാദിനെ അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഹേമചന്ദ്രൻ ആത്മഹത്യ ചെയ്തതാണെന്ന് നൌഷാദിന്റെ വാദം പോലീസ് തള്ളി. വിവരങ്ങളുമായി ഷഹദ് റഹ്മാൻ ചേർന്നു. ഷഹദ്, സൗദിയിലേക്ക് രക്ഷപ്പെട്ട നൌഷാദിനെ ഇന്നിപ്പോൾ കോഴിക്കോട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നമുക്ക് പ്രധാനമായും പോലീസിന് അറിയേണ്ട കാര്യം, എങ്ങനെ കൊലപ്പെടുത്തി? ഈ പറയുന്ന കേസിൽ നൌഷാദിനപ്പുറത്തേക്ക് മുഖ്യപ്രതികളുണ്ടോ? ഒരു അജ്ഞാതൻ ഒളിച്ചിരിപ്പുണ്ടോ എന്ന ചോദ്യം ബാക്കിയാണ്. അതിനപ്പുറത്തേക്ക് ഗുണ്ടൽപേട്ട സ്വദേശിനെ സൗമ്യവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. അങ്ങനെ കണ്ണികൾ യോജിപ്പിക്കാൻ നൌഷാദിന്റെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. എന്താണ് വിശദാംശം? തീർച്ചയായും സുഹൈല, നൌഷാദിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ കേസിന്റെ നിർണായകമായിട്ടുള്ള ഘട്ടത്തിലേക്ക് പോലീസ് കടക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം നൌഷാദിനെ ചോദ്യം ചെയ്യുമ്പോൾ ഈ കേസിൽ ഇതുവരെ പോലീസിന് കിട്ടാത്ത തെളിവുകൾ അല്ലെങ്കിൽ പോലീസിന് ലഭ്യമാകാത്ത കാര്യങ്ങൾ ലഭ്യമാകും എന്നാണ് ഇപ്പോൾ പോലീസ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നൌഷാദ് നിലവിൽ പറയുന്നത് ഹേമചന്ദ്രനെ താൻ കൊലപ്പെടുത്തിയിട്ടില്ല, ഹേമചന്ദ്രൻ ആത്മഹത്യ ചെയ്തതാണ് എന്നുള്ള ഒരു കാര്യമാണ്. ആ വാദത്തിൽ നൌഷാദ് ഉറച്ചു നിൽക്കുകയാണ്. ആ വാദം ഇന്ന് ആദ്യമായിട്ട് പോലീസിനോട് പറയുന്നതല്ല നൌഷാദ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വന്ന് പറഞ്ഞു. ഒടുവിൽ 24-ന് തന്നെ അനുവദിച്ച അഭിമുഖത്തിൽ നൌഷാദ് പറയുന്നുണ്ടായിരുന്നു. ആ വാദത്തിൽ നൌഷാദ് ഉറച്ചു നിൽക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. എന്തായാലും നൌഷാദിനെ തുടർച്ചയായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട്, അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. ശരി, 1.5 വർഷം മുമ്പുണ്ടായ ഒരു തിരോധാന കേസാണ് കൊലപാതകമെന്ന് പോലീസിന്റെ വിദഗ്ധമായ അന്വേഷണത്തിൽ തെളിയുന്നതും സൗദിയിലുള്ള പ്രതി നൌഷാദിനെ നാട്ടിലെത്തിച്ച് ഇപ്പോൾ ചോദ്യം ചെയ്തത് പുരോഗമിക്കുന്നതും.